Dear students, in the last class of International Economics, you are studied about the portfolio investment. Today, we are going to discuss about the currency convertibility. What is currency convertibility? Convertibility of currency essentially means the ability of residents and non-residents to exchange domestic currency for foreign currency without limit, whatever be the purpose of transactions. ഓക്കെ, കറൻസി കൺവേർട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസി കൺവേർട്ട് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് കറൻസി കൺവേർട്ടബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പി അമേരിക്കൻ ഡോളറുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അവിടെ എന്താണ് ഒരു കറൻസി കൺവേർട്ടബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ റുപ്പി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പൗണ്ടുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കാൾഡ് ദ കറൻസി കൺവേർട്ടബിലിറ്റി. ഓക്കെ, അപ്പോൾ ഏത് കറൻസിയുമായിട്ട് ഇതേപോലെ തന്നെ യൂറോ, അതുപോലെ തന്നെ പൗണ്ട്, ഡോളർ, അതുപോലെ തന്നെ ഈ ദിനാറ്, അല്ലേ, ഈ ഒരു കറൻസികളുമായിട്ടൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട് കറൻസീസ്, അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഒരു കറൻസി മറ്റൊരു കറൻസിയുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് കറൻസി കൺവേർട്ടബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, there are 3 types of currency convertibility. First one, fully convertible currency, then partially convertible currency, then non-convertible currency. ഓക്കെ, അപ്പോൾ ഈ 3 കറൻസീസും അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് കൺവേർട്ടബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോൺ കൺവേർട്ടബിൾ കറൻസി, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്ലോക്ക്ഡ് കറൻസി. ഓക്കെ, നോൺ കൺവേർട്ടബിൾ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബ്ലോക്ക്ഡ് കറൻസി എന്നാണ് അതിന് പറയുന്നത്. എനി കറൻസി ദാറ്റ് ഈസ് യൂസ്ഡ് പ്രൈമർലി ഫോർ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈസ് നോട്ട് ഓപ്പൺലി ട്രേഡഡ് ഓൺ ഫോറെക്സ് മാർക്കറ്റ്. ഫോറെക്സ് മാർക്കറ്റ് മീൻസ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. This usually is a result of government restrictions which prevent it from being exchanged for foreign currencies. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഒരു കറൻസി ഫോറിൻ കറൻസീസുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആളൊരു എക്സ്ചേഞ്ച് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് കറൻസി ഈസ് കാൾഡ് ബ്ലോക്ക്ഡ് കറൻസി. ഓക്കെ, ദർ ഈസ് സം റെസ്ട്രിക്ഷൻസ് ടു എക്സ്ചേഞ്ച് ദ കറൻസി. ഇപ്പോൾ നമുക്ക് ഇതിന് എക്സാമ്പിളായിട്ട് ബ്രസീലിയൻ റിയാൽ, അതുപോലെ തന്നെ അർജൻറ്റീനിയൻ പെസോ, ചിലിയൻ പെസോ, ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കറൻസിയുമായിട്ടൊന്നും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല മറ്റു കറൻസീസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രസീലിയൻ റിയാലും അർജൻറ്റീനിയൻ പെസോ, അതുപോലെ തന്നെ ചിലിയൻ പെസോ എന്ന് പറയുന്ന ഈ കറൻസീസിനൊക്കെ എന്താണ്, ഈ ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ കുറേ പാരമ്പര്യമായിട്ട് തന്നെ വലിയ ചാഞ്ചാട്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കറൻസീസാണ്. എക്സ്ചേഞ്ച് റേറ്റിൽ വളരെ വ്യത്യാസങ്ങൾ, അതുകൊണ്ട് തന്നെ ഇത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ആ രാജ്യത്തിനത് നഷ്ടമുണ്ടാവും. അപ്പോൾ ആ നഷ്ടം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യങ്ങളുടെ ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിൽ ആ ഒരു പ്രിവെൻഷൻ, ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്യുന്നതിനുള്ള പ്രിവെൻഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ കൺവേർട്ട് ചെയ്യാൻ സാധിക്കാത്ത കറൻസീസിനെയാണ് നോൺ കൺവേർട്ടബിൾ കറൻസി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ കാൾഡ് ബ്ലോക്ക്ഡ് കറൻസി. ഓക്കെ, ദെൻ ഇതിൽ നമ്മൾ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർഷ്യലി കൺവേർട്ടബിൾ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഴുവനായിട്ടും ഈ കറൻസീസ് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തത്, അല്ലേ, ഒരു പരിധി വരെ മാത്രം ഒരു കറൻസീസ് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ദാറ്റ് ഈസ് പാർഷ്യലി കൺവേർട്ടബിൾ കറൻസി. ദെൻ നോൺ കൺവേർട്ടബിൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഫുള്ളി കൺവേർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ കറൻസീസ് മുഴുവനായിട്ടും മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് ലിമിറ്റ്സ് ഒന്നും ഇല്ലാതെ, അതായത് ഗവൺമെൻറ് റെഗുലേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കറൻസീസ് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഫുള്ളി കൺവേർട്ടബിൾ currency. Then types of convertibility, there are 2 types of currency convertibility, that is current account convertibility and capital account convertibility. നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് അക്കൗണ്ട് എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണെന്നുള്ളൊരു ധാരണയൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതിൽ കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. Current account convertibility refers to freedom in respect of payments and transfers for current international transactions. ഓക്കെ, അതായത് ഒരു രാജ്യത്തിന് അകത്ത് നിന്ന് കറണ്ട് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് അത് നടത്തുക വഴി ആ ഒരു കറൻസി കൺവേർട്ട് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉൾപ്പെടും? ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നത്, എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യുന്നതൊക്കെ എന്താണ് ഈ ഒരു കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിൽ വരുന്നതാണ്. അതേപോലെ തന്നെ മണി ട്രാൻസ്ഫേഴ്സ് അല്ലേ, ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഒരാൾ ഇന്ത്യയിലേക്ക് പണം അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മണി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, അതെന്താണ് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ്, if Indians are allowed to buy only foreign goods and services but restrictions remain on the purchase of asset abroad, it is only current account convertibility. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ സാധനങ്ങളും അതുപോലെ തന്നെ ഗുഡ്സും സർവീസസും അതുപോലെ തന്നെ ഈ കറൻസിയൊക്കെ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഈ ഇന്ത്യൻസിന് റേറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്താണ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ദാറ്റ് ഈസ് കാൾഡ് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി. അതേസമയം ഇവിടെ എന്ത് നിലനിൽക്കുന്നത്? ഇറ്റ് ഈസ് ഓൺലി കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റിയിലൂടെ മാത്രമേ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ഇവിടെ പർച്ചേസ് ഓഫ് അസറ്റ്സ് അല്ലേ, അതായത് നമ്മൾ വല്ല ആസ്തികളൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും എന്തിൽ വരില്ല, ഈ ഒരു കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റിക്കകത്ത് വരുന്നില്ല. ഓക്കെ, ദെൻ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് ഓൾ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഓഫ് മെർക്കൻഡൈസ്. ഓക്കെ, മെർക്കൻഡൈസ് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ്, നമ്മൾ ഗുഡ്സിൻ്റെ എന്താണ് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ഈ ഒരു കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഇൻവിസിബിൾ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. ഓക്കെ, സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് സർവീസസ്. ഇൻവിസിബിൾ എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാണാൻ കഴിയാത്ത കയറ്റുമതി ഇറക്കുമതി എന്ന് പറയുമ്പോൾ അത് സർവീസസ് ആണ് അല്ലേ. ഇപ്പോൾ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ എൻജിനീയേഴ്സ്, ഇൻഷുറൻസ്, അതൊക്കെ എന്താണ് സർവീസസ് ആണ്. ഓക്കെ, അതേപോലെ ബാങ്കിങ്, അതൊക്കെ സർവീസാണ്. ഇതൊക്കെ രാഷ്ട്രങ്ങൾ തമ്മിൽ എന്താണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതും എന്താണ് ഈ ഒരു കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ഇൻവേർഡ് പ്രൈവറ്റ് റെമിറ്റൻസസ് ടു ഓർ ഫ്രം. ഓക്കെ, പ്രൈവറ്റ് റെമിറ്റൻസസ് ഇതിൽ വരുന്നുണ്ട്, കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ പെൻഷൻ പേയ്മെൻറ്റ്സ്, ഗവൺമെൻറ് ഗ്രാൻറ്റ്സ്, ഇതൊക്കെ എന്താണ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ഈ ഒരു കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റിക്ക് അകത്താണ് വരുന്നത്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എന്നുള്ളത് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് വരുന്ന ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാപിറ്റൽ, അതായത് ഈ മൂലധനത്തിൻ്റെ ഇൻഫ്ലോയും അതുപോലെ തന്നെ ഔട്ട്ഫ്ലോയുമാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അടയാളപ്പെടുത്താറുള്ളത്. ഓക്കെ, ബോറോയിങ് ഫ്രം ഓർ ലെൻഡിങ് ടു അബ്രോഡ് അല്ലേ, അതായത് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് കടമെടുക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് വായ്പ കൊടുക്കുന്നതും ഒക്കെ എന്താണ് ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്താറ്. അതേപോലെ തന്നെ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ്. ഓക്കെ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെയുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽപ്പന നടത്തുക, ഇതൊക്കെ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് അതിൽ വരുന്നതാണ് ക്യാപിറ്റൽ ഡയറക്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നു. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ്, അതർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഗവൺമെൻറ് ലോൺസ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കൂടുതലായിട്ടും അസറ്റുകളിലുള്ള അസറ്റുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റിയിൽ പ്രധാനമായിട്ടും ഈ ഒരു ട്രാൻസാക്ഷൻസിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളത്, അത് സ്റ്റോക്കിൽ, ബോൺഡ്സിൽ, ബാങ്കിൽ, അതുപോലെ തന്നെ ലോൺസ്, ഡെറിവേറ്റീവ്സ്, അതിലൊക്കെ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്, എക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതൊക്കെ എന്താണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. പിന്നെ അതർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള ഹോൾഡിംഗ് ഇൻ ലോൺസ്, ബാങ്ക് അക്കൗണ്ട്സ്, കറൻസീസ്, ഇതൊക്കെ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റിയിൽ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടക്കുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്, ഒരു കറൻസിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റിയാണ് അവിടെ നടക്കുന്നത്. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എന്താണ്? അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എന്നുള്ളത് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി റെഫേഴ്സ് ടു ദ ഫ്രീഡം ഓഫ് കൺവേർട്ടിംഗ് ലോക്കൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ഇൻ ടു ഫോറിൻ ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, അതായത് നേരെ തിരിച്ച് സംഭവിക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, ഇറ്റ് റെഫേഴ്സ് ടു ദ ഫ്രീഡം ഓഫ് കൺവേർട്ടിംഗ് ലോക്കൽ ഫിനാൻഷ്യൽ അസറ്റ്സ്.
ഓക്കെ, അതായത് നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലേ, നമ്മളുടെ കയ്യിലുള്ള ആസ്തികൾ അത് എന്തുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഫോറിൻ ഫിനാൻഷ്യൽ അസറ്റ്സുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് കാൾഡ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടിബിലിറ്റി. ഓക്കെ, അത് നേരെ തിരിച്ചും സംഭവിക്കാം. അപ്പോൾ ഫോറിനേഴ്സ് എന്ത് ചെയ്യും? ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുക വഴി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മളുടെ കറൻസിയുമായിട്ട് അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അറ്റ് മാർക്കറ്റ് ഡിറ്റർമിൻ റേറ്റ്സ് ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ അവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ അവിടെ മാർക്കറ്റിൽ എന്താണോ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു എക്സ്ചേഞ്ച് ഒക്കെ നടത്തുന്നത്. It refers to the elimination of restraints on international flows of countries' capital account, facilitating full currency convertibility and opening of a financial system. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആഗോളതലത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നിക്ഷേപങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ എന്താണ് ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ആണ് നിലനിൽക്കുന്നത് അവിടെ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി എന്നാണ് ഈ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ആയിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ കറൻസി കൺവേർട്ടബിലിറ്റി. അപ്പോൾ കറൻസി കൺവേർട്ടബിലിറ്റി പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ദാറ്റ് ഈസ് കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി. കറണ്ട് അക്കൗണ്ടിൽ വരുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അത് ഈ ഒരു കറണ്ട് അക്കൗണ്ട് കൺവേർട്ടബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എല്ലാ ഈ അസറ്റ്സിൻ്റെ ട്രാൻസാക്ഷൻസ് അല്ലേ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അസറ്റ്സുകൾ, ആസ്തികൾ, അവയുടെ ട്രാൻസാക്ഷൻസ് ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ കറൻസി കൺവേർട്ടബിലിറ്റി. Okay, that is all about today's class. We will meet in the next class with another topic. Thank you.